وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. نصلي ونسلم على أشرف الأنبياء والمرسلين. أما بعد، الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون. هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم. هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. هو الله الخالق البارع المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. ഏറ്റവും സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, 59-ാം അധ്യായം സൂറത്തുൽ ഹശർ അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് ഇന്നത്തെ ക്ലാസ്സോടുകൂടെ അവസാനിക്കുകയാണ്. പഠിച്ചതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കൂടുതൽ വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും അതിനുവേണ്ടി സമയം കണ്ടെത്തുവാനും ഒക്കെയുള്ള ഈമാനും വിശ്വാസവും തൗഫീഖും അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. സനാബിൽ ഖുർആൻ പഠന പദ്ധതിയിലെ ഓരോ അംഗങ്ങളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനമായ ഒരു ആയത്താണ് 21-ാമത്തെ ആയത്ത്. വിശുദ്ധ ഖുർആൻ ഏറ്റവും മഹത്വായ ഒന്നാണ് എന്ന് നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ടതെല്ലാം നമുക്ക് പ്രതിഫലമുള്ളതാണ്. ഖുർആൻ പാരായണം ചെയ്യുന്നത്, അത് മനഃപ്പാഠമാക്കുന്നത്, മറ്റാരെങ്കിലും ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അത് കേൾക്കുന്നത്, അതിൻ്റെ അർത്ഥം പഠിക്കുന്നത്, അത് പ്രചരിപ്പിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട എക്സാമുകളിൽ പരീക്ഷകളിൽ പങ്കെടുക്കുന്നത്, അത് എഴുതുന്നത്, വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാം നമുക്ക് കൂലിയുള്ള കാര്യമാണ്. അതിനുവേണ്ടി ചിലവഴിക്കുന്ന ഒരു സമയം പോലും നമുക്ക് നഷ്ടമാവുകയില്ല. അതിനുവേണ്ടി, അതിൻ്റെ പ്രചരണത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചിലവഴിക്കുന്ന സമ്പത്തൊരിക്കലും നമുക്ക് നഷ്ടമാവുകയില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് ഞാനും നിങ്ങളുമൊക്കെ. പക്ഷെ ഖേദകരമെന്ന് പറയട്ടെ, മുസ്ലിം സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും നമ്മുടെ നാട്ടിൽ എന്തോ ചില അശ്രദ്ധ കാരണത്താൽ, അതല്ലെങ്കിൽ മറ്റുള്ള പലരും പഠിപ്പിച്ചതിൻ്റെ പേരിൽ ഖുർആൻ പഠിക്കുക എന്നത് അത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. അതൊക്കെ അങ്ങനെ ചില പണ്ഡിതന്മാരും ഉസ്താദുമാരും മാത്രം പഠിക്കേണ്ട ഒന്നാണ് എന്ന ഒരു ചിന്ത സാധാരണക്കാരാകുന്ന ആളുകളിൽ ഉണ്ടാവുകയും അതുകൊണ്ട് തന്നെ സാധാരണക്കാരാകുന്ന ആളുകൾ നിരന്തരമായി പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പോലും അറിയാത്ത മുസ്ലിമീങ്ങളുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. നിങ്ങളുടെ അയൽപക്കത്തുള്ള അല്ലെ പരിസരത്തിലുള്ള പ്രായം 10, 20, 70, 80 വയസ്സായിട്ടുണ്ടാകും. ചെറുപ്രായം മുതലേ അവർ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുന്നവരായിരിക്കും. സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പോലും അറിയാത്ത, അതല്ലെങ്കിൽ ഏറ്റവും ചെറിയ എപ്പോഴും പാരായണം ചെയ്യുന്ന, നിസ്കാരത്തിൽ പാരായണം ചെയ്യുന്ന ചെറിയ സൂറത്തുകളുടെ അർത്ഥം പോലും അറിയാത്ത, സൂറത്ത് യാസീനിന്റെ അർത്ഥം അറിയാത്ത, സൂറത്ത് റഹ്മാനിന്റെയും വാഖിഅയുടെയും അർത്ഥം അറിയാത്ത എത്രയോ ആളുകൾ നമ്മുടെയൊക്കെ കൂട്ടത്തിലുണ്ട്. അത്തരം ആളുകൾക്കുള്ള ശക്തമായ ഒരു താക്കീതാണ് അല്ലാഹു തആല 21-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു നൽകുന്നത്. ഗൗരവമായ ഒരു കാര്യമാണ്. എന്താണ് ആ ആയത്ത്? لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله. അല്ലാഹു പറയാ, ലൗ അൻസൽന, തീർച്ചയായും നാം അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ, നാം ഇറക്കിയിരുന്നുവെങ്കിൽ, ഹാദൽ ഖുർആന, ഈ വിശുദ്ധമായ വേദഗ്രന്ഥത്തെ നാം ഇറക്കിയിരുന്നുവെങ്കിൽ. എവിടെ ഇറക്കിയിരുന്നുവെങ്കിൽ? അലാ ജബലിൻ, ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് നാം ഇതിനെ ഇറക്കിയിരുന്നതെങ്കിൽ. ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഈ വിശുദ്ധ ഖുർആനിനെ നാം അവതരിപ്പിച്ചതെങ്കിൽ ലറഅയ്തഹു, നിനക്ക് കാണാമായിരുന്നു ഖാശിഅൻ, വിനയം കാണിക്കുന്നതായി. എന്ത്? ആ പർവ്വതം, ആ മല
വിനയം കാണിക്കുന്നതായി നിനക്ക് കാണാമായിരുന്നു. അതേപോലെ മുതസ്വദ്ദിഅ പൊട്ടിപ്പൊളിയുന്നതായും മിൻ ഖശിയത്തില്ലാ അള്ളാഹുവിനെ പേടിച്ചത് കാരണം, അള്ളാഹുവിനെ ഭയപ്പെട്ടത് കാരണം ആ പർവ്വതം അത് പൊട്ടിപ്പൊളിയുന്നതായും നിനക്ക് കാണാമായിരുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇതിന്റെ അർത്ഥം, വിശുദ്ധ ഖുർആൻ ഏതെങ്കിലും മലയുടെ മുകളിൽ കൊണ്ടുപോയി വെച്ചാൽ ആ മല പൊട്ടിപ്പിളരുമെന്നോ ആ രീതിയിലുള്ള അർത്ഥമല്ല. മറിച്ച് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് മനുഷ്യരുടെ മേലാണ്. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. തീർച്ചയായും വിശുദ്ധ വേദഗ്രന്ഥം, അതിൽ യാതൊരു സംശയവുമില്ല, ഹുദൻ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, അത് സന്മാർഗമാണ്, മനുഷ്യർക്ക് മുഴുവനും അവർക്ക് സത്യസന്ധമായ മാർഗത്തിലേക്ക് എത്തിച്ചേരാനുള്ള വേദഗ്രന്ഥമാണ്, അത് മുത്തഖീങ്ങൾക്ക് സന്മാർഗമാണ് എന്നൊക്കെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മിലേക്കാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. മനുഷ്യരാകുന്ന നമുക്ക് വേണ്ടിയാണ് അല്ലാഹു തആല എന്ത് ചെയ്തത്? വിശുദ്ധ ഖുർആൻ ഇറക്കിയത്. അപ്പൊ ഖുർആനിന്റെ ആളുകൾ ആരാണ്? നമ്മളാണ് വിശുദ്ധ ഖുർആനിന്റെ ആളുകൾ. അത് പഠിക്കേണ്ടത് ആരാണ്? നമ്മളാണ് അത് പഠിക്കേണ്ടത്. അത് പ്രചരിപ്പിക്കേണ്ടത് ആരാണ്? നമ്മൾ തന്നെയാണ്. അതിലൊരു സംശയവുമില്ലാത്ത വിധം അത് പൂർണ്ണമാണ്. അതിൽ യാതൊരു സംശയവുമില്ലാത്ത വിധം അത് പ്രചരിപ്പിക്കേണ്ടതും ഉറപ്പിക്കേണ്ടതും ഞാനും നിങ്ങളുമൊക്കെയാണ്. പക്ഷേ എനിക്കും നിങ്ങൾക്കും വിശുദ്ധ ഖുർആനുമായി എത്ര ബന്ധമുണ്ട് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനും നിങ്ങളും നമ്മോട് ചോദിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ ആരെങ്കിലും പഠിക്കാത്തത്, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ പ്രചരിപ്പിക്കാത്തത്, അതിന് സമയം കണ്ടെത്താത്തത് വിശുദ്ധ ഖുർആനിന്റെ പോരായ്മയല്ല. വിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കേണ്ടതുപോലെ ഞാനും നിങ്ങളും മനസ്സിലാക്കാത്തതാണ് ഖുർആനിനെ ഗൗരവമായി കാണാൻ എനിക്കും നിങ്ങൾക്കും കഴിയാത്തത്. ഒരു ഉദാഹരണത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണെന്ത്? ഈ വിശുദ്ധ ഖുർആൻ വല്ല പർവ്വതത്തിനും നാം ഇറക്കി കൊടുത്തിരുന്നുവെങ്കിൽ ആ പർവ്വതം വിനയം കാണിക്കുകയും അങ്ങനെ അള്ളാഹുവിനെ പേടിച്ചത് നിമിത്തം പൊട്ടിപ്പൊളിയുന്നതായിട്ട് നിനക്ക് കാണാമായിരുന്നു. ഒരു പർവ്വതത്തിന്റെ മേലാണ് ഈ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയതെങ്കിൽ ആ പർവ്വതം അള്ളാഹുവിനെ ഭയപ്പെട്ട് പേടിച്ച് പോകുമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാ? തുടർന്ന് അള്ളാഹു പറയുന്നുണ്ട്, വതിൽകൽ അംസാലു നളിരിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. വതിൽകൽ അംസാലു, ഈ ഉദാഹരണം ഏതുദാഹരണം? ഈ വിശുദ്ധ ഖുർആൻ ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് അവതരിപ്പിച്ചതെങ്കിൽ ആ പർവ്വതം വിനയം കാണിക്കുകയും ഭക്തി കാണിക്കുകയും അതുപോലെ പൊട്ടിപ്പൊളിയുന്നതുമായി, അള്ളാഹുവിനെ പേടിച്ചത് കാരണം പൊട്ടിപ്പൊളിയുന്നതുമായി നിനക്ക് കാണാമെന്ന അത് ഉദാഹരണമാണ്. ആ ഉദാഹരണം വതിൽകൽ അംസാൽ, ആ ഉദാഹരണം നളിരിബുഹ, നാം അവയെ വിവരിക്കുന്നത് ലിന്നാസി, ജനങ്ങൾക്ക് വേണ്ടിയാണ്. മനുഷ്യരെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാ, നമ്മൾ മനസ്സിലാക്കാൻ അല്ലാഹു തആല ഈ ഉദാഹരണം പറഞ്ഞത്. അങ്ങനെ ലഅല്ലഹും യതഫക്കറൂൻ, അവർ ചിന്തിക്കുവാൻ വേണ്ടിയുമാണ്. നമ്മുടെ കരങ്ങളിലുള്ള, നമ്മുടെ വീട്ടിലുള്ള, നമ്മുടെ മൊബൈലുകളിലുള്ള, നമ്മുടെ കരങ്ങളിൽ ഏത് സമയത്തുമുള്ള, നമ്മുടെ പള്ളികളിൽ 100 കണക്കിന് മുസ്ഹഫുകളുണ്ട്, ഖുർആനിന്റെ പേജുകളുണ്ട്. ആ ഖുർആൻ ഒരു മലയുടെ മുകളിലാണ് ഇറക്കിയതെങ്കിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ആ മല, ആ പർവ്വതം ചിന്നിച്ചിതറുമായിരുന്നു. അള്ളാഹുവിനെ ഭയപ്പെടുന്നത്, ആ മല അള്ളാഹുവിനെ പേടിക്കുന്നത്, അള്ളാഹുവിനെ വിനയപ്പെടുന്നതിനൊക്കെ കാണാമായിരുന്നു എന്ന് അല്ലാഹു തആല പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കേണ്ടതില്ലേ? ആ വിശുദ്ധ ഖുർആൻ എനിക്കും നിങ്ങൾക്കും എന്ത് പരിവർത്തനമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ആ വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ എനിക്കും നിങ്ങൾക്കും വല്ല മാറ്റങ്ങളും ഉണ്ടാകുന്നുണ്ടോ? ഓരോ ക്ലാസ്സുകളിലും വ്യത്യസ്തങ്ങളായ ആയത്തുകളിലൂടെ അല്ലാഹു തആല നമ്മോട് ഇങ്ങനെ സംവദിക്കുമ്പോൾ, അള്ളാഹു നമ്മോട് ഇങ്ങനെ വർത്തമാനം പറയുമ്പോൾ വല്ല മാറ്റങ്ങളും എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുന്നുണ്ടോ? വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും പഠിക്കുമ്പോൾ, അത് മനസ്സിലാക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോൾ റഹ്മാനായ റബ്ബിലേക്ക് കൂടുതൽ അടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾക്ക് വല്ല ലോലതകളും വരുന്നുണ്ടോ? പണ്ഡിതന്മാർ ചോദിക്കുന്നുണ്ട്, യാ അയ്യുഹൽ ബശർ, ഓ മനുഷ്യരെ, അല്ലാ ചരീന ഖുലൂബുക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതിയിട്ട്, വിശുദ്ധ ഖുർആൻ പഠിച്ചിട്ട്, അത് മനസ്സിലാക്കുമ്പോൾ, അത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ കടുകട്ടിയും അതിന്റെ മറ്റുള്ള ആളുകളോടുള്ള വിദ്വേഷവും പകയുമെല്ലാം നീങ്ങി നിങ്ങളുടെ ഹൃദയങ്ങൾ ലോലമാകുന്നുണ്ടോ? അള്ളാഹുവിനെ ഭയപ്പെടാൻ ആ ആയത്തുകൾ നമുക്ക് കാരണമാകുന്നുണ്ടോ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുകയാണ്. ആ ചോദ്യം ഉന്നയിക്കാനാണ്, അത്തരം ഒരു തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുവാനാണ് ഈ ഉദാഹരണം പറയുന്നത് എന്നാണ് അല്ലാഹു പറയുന്നത്. ലഅല്ലഹും യതഫക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നവർ ആയി തീരാൻ വേണ്ടിയാണ് ഈ ഉദാഹരണം പറഞ്ഞത്. അല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും മുസ്ഹഫുകളോ ഖുർആനുകളോ മലയുടെ മുകളിൽ കൊണ്ടുപോയി വെച്ചാൽ ആ മല പൊട്ടിത്തകരും എന്ന ഒരു അർത്ഥത്തിലല്ല. മലയുടെ മുകളിലായിരുന്നുവെങ്കിൽ ആ മല അള്ളാഹുവിനെ ഭയപ്പെടുമായിരുന്നു. ഈ വിശുദ്ധ ഖുർആൻ നിങ്ങളിലേക്ക് ഇറക്കിയിട്ട്, നിങ്ങളുടെ കരങ്ങളിൽ ഉണ്ടായിട്ട്, നിങ്ങളുടെ വീടുകളിൽ ഉണ്ടായിട്ട്, ഏത് സമയവും വിശുദ്ധ ഖുർആൻ കേട്ടിട്ട് എന്തേ കൂട്ടരെ നിങ്ങളുടെ ഹൃദയത്തിന് ഒരു ലോലതയുണ്ടാകാത്തത്?
എന്തേ ആ വിശുദ്ധ ഖുർആൻ നിങ്ങളെ മാറ്റാത്തത്? ആ വിശുദ്ധ ഖുർആൻ എന്താണ് നിങ്ങളെ പരിവർത്തിപ്പിക്കാത്തത്? ആ വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ കരങ്ങളിൽ ഉണ്ടായിട്ടും വീണ്ടും എന്തേ നിങ്ങൾ ഇങ്ങനെ തെറ്റുകളിലേക്കും കുറ്റങ്ങളിലേക്കും പോകാൻ നിങ്ങൾക്ക് കഴിയുന്നത് മനുഷ്യരെ എന്ന വല്ലാത്ത ഒരു ചോദ്യമാണ് ഈ ഉദാഹരണത്തിലൂടെ അല്ലാഹു തആല ഉണർത്തുന്നത്. ആ ചോദ്യമാണ് അല്ലാഹു തആല ഉന്നയിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആൻ മാറ്റത്തിനുള്ളതാണ്. വിശുദ്ധ ഖുർആൻ അത് പരിവർത്തനത്തിനുള്ളതാണ്. വിശുദ്ധ ഖുർആൻ അത് നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതാണ്. നമ്മുടെ ദുന്യാവിലും ഇഹപര വിജയത്തിന് വേണ്ടിയുള്ളതാണ് വിശുദ്ധ ഖുർആൻ. അത് പഠിക്കുക എന്നത് നമ്മുടെ കടമയാണ്, നിർബന്ധ ബാധ്യതയാണ്. ഏതെങ്കിലും ഉസ്താദുമാരോ മറ്റുള്ള ആളുകളോ നിങ്ങൾ ഖുർആൻ പഠിക്കേണ്ടതില്ല, അതിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടതില്ല എന്ന് പറഞ്ഞുവെങ്കിൽ അവർ വിശുദ്ധ ഖുർആനിനെ ജനങ്ങളിൽ നിന്ന്, ജനങ്ങളുടെ മനസ്സുകളിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ശ്രമം അവർ നടത്തുകയാണ്. അത് അവരും അള്ളാഹുമായിട്ട് നടക്കട്ടെ. പക്ഷേ നമ്മൾ പറയുക, അല്ലാഹു തആല ഈ ഉദാഹരണത്തിലൂടെയൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് ഖുർആൻ പഠിക്കണേ, അത് പകർത്തണേ, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നിങ്ങൾക്ക് പരിവർത്തനം ഉണ്ടാക്കണേ എന്നതാണ്. എത്രയോ സ്വഹാബികൾ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ, എത്ര കടുകട്ടിയുള്ള മനുഷ്യനായിരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉക്കാള ചന്തയിലെ ഏറ്റവും വലിയ പോക്കിരിയായിരുന്നു മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിലേക്ക് ആകർഷിപ്പിച്ചത് വിശുദ്ധ ഖുർആനായിരുന്നു. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ മഹാന്മാരാകുന്ന സ്വഹാബത്ത് പൊട്ടിക്കരഞ്ഞത് ഹദീസുകളിൽ നമുക്ക് ധാരാളമായി നമ്മൾ കേട്ടതാണ്, ഖുത്ബകളിലും ക്ലാസ്സുകളിലും നമ്മൾ മനസ്സിലാക്കിയതാണ്. എന്നാൽ ഞാനും നിങ്ങളും എന്റെ ശരീരത്തോട്, എന്റെ സ്വന്തത്തോട്, നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുക, വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്ത് കേട്ടിട്ട് എന്റെയും നിങ്ങളുടെയും കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ഊറ്റിയിട്ടുണ്ടോ? വിശുദ്ധ ഖുർആൻ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ നരകത്തിന്റെ ഭീകരതയെക്കുറിച്ച്, നരകത്തിന്റെ ഭയാനകരമായ വിവിധങ്ങളായ ശിക്ഷാമുറകളെ കുറിച്ച് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുമ്പോൾ, അള്ളാഹു ബോധ്യപ്പെടുത്തുമ്പോൾ, ആ സ്വർഗത്തെക്കുറിച്ച് ആലോചിക്കാൻ, നരകത്തിന്റെ ആ ഭയാനകരമായ അവസ്ഥകളെ കുറിച്ച് ആലോചിച്ച് എനിക്ക് നിങ്ങൾക്കും കണ്ണുനീര് പൊട്ടിയിട്ടുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വല്ല പേടിയും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതിന് മാറ്റമുണ്ടാകണം എന്നതാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിലൂടെ മാറ്റങ്ങൾ ഉണ്ടാകണം. അത് നമ്മുടെ കുടുംബത്തിൽ സ്വാധീനം ചെലുത്തണം. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീടകങ്ങളിൽ, നമ്മുടെ കച്ചവടങ്ങളിൽ, നമ്മുടെ സമ്പാദ്യങ്ങൾ അത് ചിലവഴിക്കുന്നിടത്ത്, അത് നേടിയെടുക്കുന്നിടത്ത് എല്ലാം വിശുദ്ധ ഖുർആൻ അത് മാറ്റമാകണം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അത് വിശുദ്ധ ഖുർആനായിരുന്നു എന്ന കയ്യൊപ്പ് വെച്ചത് അവിടുത്തെ പ്രിയപ്പെട്ട പത്നിമാരാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം അത് ഖുർആനായിരുന്നു. നമുക്കും പറയാം, കുറച്ചൊക്കെ കഴിയണ്ടേ? എന്റെ കച്ചവടം വിശുദ്ധ ഖുർആൻ പറഞ്ഞതിനനുസരിച്ചാണ്, എന്റെ ജീവിതം വിശുദ്ധ ഖുർആനാണ്, എന്റെ സംസാരം ഖുർആനാണ്, എന്റെ കർമ്മങ്ങൾ ഖുർആനാണ്, എന്റെ വീടകങ്ങൾ ഖുർആനാണ്, എന്റെ വാഹനം ഖുർആനാണ്. എല്ലാത്തിലും ഞാൻ പരിശോധിക്കുക വിശുദ്ധ ഖുർആൻ എന്ത് പറഞ്ഞു എന്നതാണ്. ആ പരിശോധനയിലേക്കാണ് ഞാനും നിങ്ങളും പോകേണ്ടത്. കാരണം നമ്മുടെ ഒന്നാമത്തെ പ്രമാണം, തെറ്റുപറ്റാത്ത വേദഗ്രന്ഥം അത് വിശുദ്ധ ഖുർആൻ, അതൊന്ന് മാത്രമാണ്. അത് പഠിക്കുകയും അത് പകർത്തുകയും ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ ചിലവഴിക്കുന്ന എല്ലാ നിമിഷങ്ങളും ഒന്നും നമുക്ക് നഷ്ടമാവുകയില്ല. അതിന് വേണ്ടി, അതിന്റെ പ്രചരണത്തിന് വേണ്ടി നമ്മൾ ചിലവഴിക്കുന്ന, അത് എത്ര ചെറിയ തുകയാണെങ്കിലും എത്ര വലിയ തുകയാണെങ്കിലും അതിനുവേണ്ടി നമ്മൾ ചിലവഴിക്കുന്ന നമ്മുടെ സമയങ്ങളും സന്ദർഭങ്ങളുമെല്ലാം നാളെ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ തീർച്ചയായും നമുക്ക് തിരിച്ചു കിട്ടും. പക്ഷെ അത് വേറെ ഏതെങ്കിലും ദുന്യാവിന്റെ കാര്യത്തിന് വേണ്ടിയാകരുത്. നാലാളുകൾ എന്നെ കുറിച്ച് നല്ലത് പറയണം, ഞാൻ അതിനു വേണ്ടി ചില സമയം ചിലവഴിച്ചവനാണ്, ഞാൻ അതിന്റെ സ്വന്തം ആളാണ് എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനും മറ്റുള്ള ആളുകളുടെ പ്രശംസ നേടിയെടുക്കാനും വേണ്ടിയാകരുത് എന്ന ഒരു സന്ദേശം കൂടെ ഞാൻ നിങ്ങളും ഉൾക്കൊള്ളേണ്ടതുണ്ട്. കാരണം അതിന്റെ കാലഘട്ടമാണ്, അത്തരത്തിലുള്ള ഒരു കാലഘട്ടമാണ്. ഞങ്ങൾ ഖുർആൻ ക്ലാസ് എടുക്കുന്നവരാണ്, ഞങ്ങൾ വലിയ ഖുർആനിന്റെ ആളുകളാണ് എന്ന് നാട്ടുകാരെ കൊണ്ട് മറ്റുള്ള ആളുകളുടെ പ്രശംസ പിടിച്ചു പറ്റാൻ വേണ്ടി ഒരിക്കലും ഒരു കർമ്മവും ചെയ്താൽ അത് അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. അങ്ങനത്തെ ഒരു ചിന്തയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനും പാടില്ല. അങ്ങനെ റിയാ വന്നു പോയാൽ ഏറ്റവും ചെറിയ ഷിർക്കാണ് റിയാ എന്നാണ്, ലോകമാന്യം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മറ്റുള്ള ആളുകൾ കാണാനും അവരുടെ പ്രശംസ പിടിച്ചു പറ്റുവാനുമാണ് ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതെങ്കിൽ നാളെ പരലോകത്ത് നിന്ന് അള്ളാഹു പറയുമെന്ന, ആര് കാണാനാണ് നീ പ്രവർത്തിച്ചത്? നീ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുത്തത്, അതിന്റെ പരീക്ഷയിൽ പങ്കെടുത്തത്, അതിനുവേണ്ടി സമ്പത്ത് ചിലവഴിച്ചത്, ആര് കാണാനാണോ നീ ചെയ്തത്, അവരുടെ അരികിൽ പോയിട്ട് നീ പ്രതിഫലം കിട്ടുമോ എന്ന് നോക്കുക എന്ന് അല്ലാഹു തആല പറയുമെന്നാണ്. അതുകൊണ്ട് ഖുർആനിന്റെ വാഹകരാവുക, ഖുർആനിന്റെ മഹത്വം മനസ്സിലാക്കുക. ആ വിശുദ്ധ ഖുർആൻ നമ്മളെ പരിവർത്തിപ്പിക്കുകയും അത് കേൾക്കുകയും അത് പഠിക്കുകയും ഏത് സമയത്തും ഖുർആനുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന, ഏത് സമയത്തും ഖുർആനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിശ്വാസികളായി തീരണം എന്നതാണ് ഈ ഉദാഹരണത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഖുർആനിന്റെ വാഹകരാകാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 22, 23, 24 അവസാനത്തെ 3 ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഉത്കൃഷ്ടമായ അത്യുത്തമമായ നാമവിശേഷണങ്ങളുണ്ട്. അതിനാണ് അസ്മാഉൽ ഹുസ്ന എന്ന് പറയുക. അല്ലാഹുവിൻ്റെ അത്യുത്തമമായ നാമവിശേഷണങ്ങൾ, അസ്മാഉൽ ഹുസ്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന് 99, 100ൽ 1 കുറവ്. ഇന്ന ലില്ലാഹി 99 ഇസ്മ, 99 നാമങ്ങളുണ്ട്.
മൻ അഹ്സ്വാഹ, ആരെങ്കിലും അതിനെ സൂക്ഷ്മമായി പഠിച്ചാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അസ്മാഉൽ ഹുസ്ന മനപ്പാടമാക്കി എന്നതുകൊണ്ടോ അള്ളാഹുവിന്റെ 99 പേരുകൾ മനപ്പാടമാക്കി എന്നതുകൊണ്ടോ പല വീടുകളിലും അസ്മാഉൽ ഹുസ്ന അത് ഫ്രെയിം ചെയ്ത് തൂക്കിയിട്ടതായി നമുക്ക് കാണാം. അങ്ങനെ വീടുകളിൽ അതിനെ തൂക്കിയിട്ടു എന്നതുകൊണ്ടോ സ്വർഗത്തിൽ കടക്കും എന്നല്ല ഈ ഹദീസ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. മാത്രവുമല്ല 99 നാമങ്ങളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 99 എണ്ണം ഏതൊക്കെയാണ് എന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് പറയുക നമുക്ക് സാധ്യവും അല്ല. വിശുദ്ധ ഖുർആനിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള നാമങ്ങളിൽ ചില മുൻകാല പണ്ഡിതന്മാർ 99 നാമങ്ങൾ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. പക്ഷെ അത് തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയാനൊന്നും കഴിയില്ല. അത് പഠിച്ചു എന്നതുകൊണ്ട് സ്വർഗത്തിൽ കടക്കാനും കഴിയില്ല. പിന്നെ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞത്? അള്ളാഹുവിന്റെ 99 നാമങ്ങൾ മൻ അഹ്സ്വാഹ ദഖലൽ ജന്ന, അവ സൂക്ഷ്മമായി പഠിച്ചവർ സ്വർഗത്തിൽ കടക്കും എന്നതാണ്. എന്ന് പറഞ്ഞാൽ ഓരോ നാമങ്ങളിലും അടങ്ങിയിട്ടുള്ള അതിൻ്റെ സാരങ്ങളും അതിൻ്റെ കൃത്യമായ അർത്ഥവും അതിൻ്റെ ലക്ഷ്യവുമൊക്കെ മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കിയതിന് അനുയോജ്യമായ വിധത്തിൽ കൃത്യമായി നിലകൊള്ളുകയും ചെയ്ത ആളുകൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും എന്നതാണ്. വെറും അർത്ഥം പഠിച്ചാലോ അല്ലെങ്കിൽ അത് എഴുതി തൂക്കിയിട്ടാലോ സ്വർഗത്തിൽ കടക്കുമെന്നല്ല. മറിച്ച് ഓരോ പേരുകൾക്കും അതിന് പ്രത്യേകമായ ലക്ഷ്യങ്ങളുണ്ട്, അത് അള്ളാഹുവിന് മാത്രമുള്ളതാണ് എന്ന് വിശ്വസിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഒരാൾക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയുക. ആ നിലക്ക് അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിന്റെ അത്യുത്തമമായ ആ പേരുകളിൽ നിന്ന് ചില പേരുകളാണ് അള്ളാഹു തആല ഈ ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. അതിന്റെ അർത്ഥം ചെറിയ രീതിയിൽ മാത്രം നമുക്കൊന്ന് മനസ്സിലാക്കാം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു, ഹുവ അവൻ, അല്ലാഹു ആകുന്നു, അല്ലദീ എങ്ങനെയുള്ള അല്ലാഹുവാണ്, ലാ ഇലാഹ ഒരു ആരാധ്യനും ഇല്ല, ഇല്ലാഹു അല്ലാഹു അല്ലാതെ, അപ്പൊ താനല്ലാതെ ഞാനല്ലാതെ വേറെ യാതൊരു ആരാധ്യനും ഇല്ലാത്തവനായ അല്ലാഹു. ആരാധനക്ക് അർഹൻ ആര് മാത്രമാണ്? അല്ലാഹു മാത്രമാണ്. ഏതൊരു ആരാധനയും അല്ലാഹുവിന് മാത്രമാകണം. അതാണല്ലോ തൗഹീദ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായി അല്ലാഹു അല്ലാതെ മറ്റൊരാരാധ്യനും ഇല്ല എന്ന് വിശ്വസിക്കുകയും എന്നിട്ട് ആ വിശ്വാസത്തിന് അടിസ്ഥാനത്തിൽ ആരാധന റഹ്മാനായ റബ്ബിന് മാത്രം സമർപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ വിശ്വാസിയാവുക. പിന്നെ അള്ളാഹുവിന്റെ വിശേഷണമായി അള്ളാഹു പറയുന്നത് ആലിമുൽ ഗൈബി വശ്ശഹാദ, ആലിമുൽ ഗൈബി വശ്ശഹാദ, അദൃശ്യവും ദൃശ്യവും അറിയുന്നവനാണവൻ. ദൃശ്യം അറിയുന്നവനും അദൃശ്യം അറിയുന്നവനും ആര് മാത്രമാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അള്ളാഹു അല്ലാതെ ഒരു റബ്ബും നിങ്ങൾക്കില്ല, രക്ഷിതാവ് നിങ്ങൾക്കില്ല. അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത്. അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചാലും അത് ബാത്തിലാണ്, അത് ശിർക്കാണ് എന്ന് അള്ളാഹു പറഞ്ഞു. ആലിമുൽ ഗൈബി വശ്ശഹാദ യഅലമു ജമീഉൽ കായിനാതിൽ മുശാഹിദാതി ലനാ വൽ ഗായിബാതി അന്നാ. നമ്മൾ കാണുന്ന പല കാര്യങ്ങളുമുണ്ട്, അതും അള്ളാഹു കാണുന്നുണ്ട്. ലോകത്തിലുള്ള എല്ലാം നമുക്ക് കാണാൻ കഴിയില്ല, എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കൊറോണ കാലഘട്ടത്തിൽ അത് നമുക്ക് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടതാണ്. ഒരുപാട് വൈറസുകളുണ്ട്, പക്ഷെ അതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഡോക്ടർമാർ പരിശോധിക്കുമ്പോൾ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയാ എന്നല്ലാതെ നമ്മൾ കണ്ടിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പൊ എന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ് അതിനെ സൃഷ്ടിച്ചത്, അതിനെ നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്, അതിന് ഭക്ഷണം കൊടുക്കുന്നത് അല്ലാഹുവാണ്. നമ്മൾ കാണുന്നതും കാണാത്തതുമായ എല്ലാം ആര് കാണുന്നുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട്, അവൻ അറിയുന്നുണ്ട്. അല്ലാഹു അറിയാത്ത, അല്ലാഹു കണ്ടിട്ടില്ലാത്ത, അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ലാത്ത, അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലില്ലാത്ത മറ്റു ഒരു കാര്യവും ലോകത്തില്ല. അദൃശ്യം അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. ഒരിക്കലും അദൃശ്യപരമായ കാര്യം അല്ലാഹു അല്ലാത്ത മറ്റൊരാൾക്കും അറിയില്ല. ഔലിയാക്കന്മാർക്കോ ബീവിമാർക്കോ തങ്ങന്മാർക്കോ ഉസ്താദുമാർക്കോ ഒരാൾക്കും അദൃശ്യപരമായ കാര്യം അറിയുകയില്ല. അല്ലാഹു തആല അത് അറിയിച്ചു കൊടുത്തിട്ടുമില്ല എന്ന് വിശുദ്ധ ഖുർആൻ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ദൃശ്യവും അദൃശ്യവുമായ എല്ലാ കാര്യവും അറിയുന്നത് അല്ലാഹുവാണ്. അത് അല്ലാഹുവിന്റെ വിശേഷണമാണ്. മറ്റൊന്ന് ഹുവർ റഹ്മാൻ, അവൻ റഹ്മാനാണ്, പരമകാരുണികനാണ്. അർ റഹീം, അവൻ കരുണാനിധിയാണ്. അല്ലാഹു റഹ്മാൻ ആയതുകൊണ്ടാണ് അവൻ പരമകാരുണികൻ, എല്ലാവരോടും എല്ലാത്തിനോടും കരുണ കാണിക്കുന്നവനാണ് റഹ്മാനായ റബ്ബ്. അല്ലേ? അല്ലാഹുവിനെ നിഷേധിക്കുന്നവരോട്,
അള്ളാഹു ഇല്ലെന്ന് പറയുന്നവരോട്, അള്ളാഹുവിനെ പരിഹസിക്കുന്നവരോട്, അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിനെ അതിനെ ചീത്ത പറയുന്നവരോട്, അതിനെ ഇകഴ്ത്തുന്ന എല്ലാവരോടും അള്ളാഹു തആല കരുണ കാണിക്കുന്നു. എല്ലാവർക്കും അള്ളാഹു ഭക്ഷണം കൊടുക്കുന്നു, എല്ലാവർക്കും അള്ളാഹു വായു കൊടുക്കുന്നു, ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു, സമ്പത്ത് കൊടുക്കുന്നു. എന്തുകൊണ്ടാണ്? അള്ളാഹു റഹ്മാനായത് കൊണ്ടാണ്. അതുകൊണ്ടല്ലേ പറഞ്ഞത് വറഹ്മതി വസിഅതി കുല്ല ഷൈഅ. അള്ളാഹു പറയുന്നു എന്റെ കാരുണ്യം അത് എല്ലാ വസ്തുക്കളുടെ മേലും വിശാലമാണ് എന്നതാണ്. മനുഷ്യർക്കും മൃഗങ്ങൾക്കും പക്ഷിലതാദികൾക്കും ലോകത്തിലുള്ള എല്ലാ സൃഷ്ടികൾക്കും അള്ളാഹു തആല കരുണ ചെയ്യുന്നവനാണ്. അങ്ങനെ റഹ്മാനായത് മറ്റൊരാളുമില്ല. എല്ലാവരോടും അവൻ കരുണ ചെയ്യുന്നവനാണ്. അർ റഹീം, കരുണാനിധിയാണവൻ. ദുനിയാവിൽ നിന്ന് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകളോട് പ്രത്യേകമായ കാരുണ്യം നാളെ അള്ളാഹു തആല കാണിക്കും. അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ദുനിയാവിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് പ്രത്യേകമായ ഗുണം ചെയ്യുന്നവൻ, കരുണ ചെയ്യുന്നവനാണ് റഹീം അള്ളാഹു തആല. അപ്പൊ 22-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല അവരെ കുറിച്ച് പറഞ്ഞത് അള്ളാഹു അല്ലാതെ ഒരു ആരാധ്യനും ഇല്ലാത്തവനാണ് അള്ളാഹു തആല. 2, ആലിമുൽ ഗൈബി വശഹാദ, അള്ളാഹു അദൃശ്യത്തെയും ദൃശ്യത്തെയും അറിയുന്നവനാണ്. മറ്റൊന്ന് അർ റഹ്മാൻ, അവൻ പരമകാരുണികനാണ്. അർ റഹീം, അവൻ കരുണാനിധിയാണ്. ഇനി 23-ാമത്തെ ആയത്തിൽ മറ്റു ചില വിശേഷണം അസ്മാഉകൾ പറയുന്നു. ഹുവല്ലാഹുൽ ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലികുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിൻ. ഹുവല്ലാഹുൽ ലദീ ലാ ഇലാഹ ഇല്ലാ ഹു, അതേ താനല്ലാതെ വേറെ യാതൊരു ആരാധ്യനും ഇല്ലാത്ത അല്ലാഹുവാണവൻ. ഒരു ആരാധ്യനും ഇല്ലാത്ത അല്ലാഹുവാണവൻ. അൽ മലിക്, അവനാണ് രാജാവ്. മലിക് എന്നാൽ രാജാവ് എന്നാണ് അർത്ഥം. രാജാധികാരം ആർക്കാകുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അൽ മാലികു ലി ജമീഇൽ അഷ്യാ അൽ മുതസർരിഫു ഫീഹാ ബിലാ മുമാനിഅത്തിൻ വലാ മുദാഫിഅ. ഒരു തടസ്സവും ഇല്ലാതെ, ഒരു പ്രയാസങ്ങളും ഇല്ലാതെ ലോകത്തിനെ കൃത്യമായി നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന രാജാധിപതി ആരാകുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. മറ്റവരൊക്കെ താൽക്കാലികമായ ഒരു രാജാവെന്ന് പറയും. ഒരു നാട്ടിന്റെ രാജാവ്, അതല്ലെങ്കിൽ ആ ഒരു സംസ്ഥാനത്തിന്റെ ഭരണാധികാരി ഒക്കെയാകാം. പക്ഷെ ലോകത്തിന്റെ അധിപനായിട്ടുള്ളത് ആര് മാത്രമാണ്? അള്ളാഹു മാത്രമാണ്. അതാണ് അൽ മലിക്, അവൻ രാജാധിപതിയാണ്, അവനാണ് രാജാവ്. മനസ്സിലായില്ലേ? അത് അള്ളാഹുവിന്റെ മാത്രം വിശേഷണമാണ്. അപ്പൊ അൽ മലിക്, രാജാവ് അള്ളാഹുവാണ്. പിന്നെ മറ്റൊരു വിശേഷണമാണ് അൽ ഖുദ്ദൂസ്, അവൻ പരമപരിശുദ്ധനാണ്. എല്ലാവിധ ന്യൂനതകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധനാണ്. അസ്സലാം, അതേ പ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല അന്യോന്യനാണ് എന്ന് പറഞ്ഞാൽ ഐ മിൻ ജമീഉൽ ഉയൂബി വൻ നഖായിസി, എല്ലാവിധ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനായവൻ അല്ലാഹുവാണ്. ബാക്കി എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ന്യൂനതകൾ ഉണ്ടാകും, ശാരീരികമായി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എല്ലാം ന്യൂനത ഇല്ലാത്ത ഒരു സൃഷ്ടിയും ലോകത്തുണ്ടാവുകയില്ല. മനുഷ്യരാകുന്ന എനിക്കും നിങ്ങൾക്കും വിവിധങ്ങളായ ന്യൂനതകളുണ്ട്. എന്നാൽ ഒരു ന്യൂനതയും ഇല്ലാത്തവൻ ആര് മാത്രമാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അതാണ് പറയുന്നത് അസ്സലാം. അൽ ഖുദ്ദൂസു, അവൻ പരമപരിശുദ്ധനാണ്. അസ്സലാമു, അവൻ അന്യോന്യനാണ്. അൽ മുഅ്മിനു, അവൻ നിർഭയത നൽകുന്നവനാണ്. അൽ മുഹൈമിനു, എല്ലാം അടക്കി ഭരിക്കുന്നത്. ചില ആളുകൾ ഒരു രാജ്യത്തിന്റെ മാത്രം ഭരണാധികാരിയാകും, അപ്പോൾ അവർക്ക് ആ രാജ്യം ഭരിക്കാം. എന്നാൽ ലോകത്തിന്റെ മുഴുവനും ഭരണാധികാരി മാലിക് ആരാകുന്നു? അള്ളാഹുവാണ്. ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന സ്വേച്ഛാധിപതി ആരാകുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അൽ ജബ്ബാറു, അവൻ പരമാധികാരിയാണ്. അൽ മുതകബ്ബിർ, അതേ മഹത്വം കാണിക്കുന്നവനാണ് അവൻ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു മഹാപരിശുദ്ധനാണ്. അമ്മാ യുശ്രികൂൻ, അവർ പങ്കു ചേർക്കുന്നതിൽ നിന്ന് അല്ലാഹു മഹാപരിശുദ്ധനാണ്. ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം. അപ്പൊ വിശദമായി നമുക്ക് പറയാൻ സമയമില്ല. അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ട ധാരാളം ക്ലാസുകളും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അതെല്ലാം നിങ്ങൾ പഠിക്കുകയും അതിന്റെ വിശദീകരണം മനസ്സിലാക്കുകയും ചെയ്യുക. ഏതായിരുന്നാലും ഇതെല്ലാം അള്ളാഹുവിന്റെ വിശേഷണമാണ് എന്ന് മനസ്സിലാക്കി ആ അർത്ഥത്തിൽ നിന്നുകൊണ്ട് വളരെ വിശദമായി റഹ്മാനായ റബ്ബിനെ കുറിച്ച് ഒരാൾ മനസ്സിലാക്കിയാൽ അവർക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയും എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. ഏതായിരുന്നാലും ആ ആയത്തിന്റെ അർത്ഥം ഒന്നുകൂടെ നോക്കാം. ഹുവല്ലാഹുൽ ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലികുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിൻ المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. അതേ താനല്ലാതെ വേറൊരു യാതൊരു ആരാധ്യനും ഇല്ലാത്ത അല്ലാഹുവാണവൻ. അല്ലാഹു രാജാധിപതിയാണ്. അല്ലാഹു മഹാപരിശുദ്ധനാണ്. അല്ലാഹു രക്ഷയായുള്ളവനാണ്, അന്യോന്യനാണ്, എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനായവനാണ്. അതേ അല്ലാഹു അഭയം നൽകുന്നവനാണ്.
അള്ളാഹു മേൽനോട്ടം ചെയ്യുന്നവനാണ്, അള്ളാഹു പ്രതാപശാലിയാണ്. അൽ അസീസ്, അള്ളാഹു പ്രതാപശാലിയാണ്. അതേ പ്രകാരം അൽ മുതകബ്ബിർ, അവൻ മഹത്വം കാണിക്കുന്നവനാണ്, മഹത്വശാലിയാണ്. സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ, അവൻ പങ്കു ചേർക്കുന്നതിൽ നിന്ന്, മനുഷ്യർ അള്ളാഹു അല്ലാത്ത ആളുകളെ ആരാധിച്ചും അവർക്ക് നേർച്ച വഴിപാടുകൾ കൊടുത്തും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിൽ നിന്നെല്ലാം അള്ളാഹു എത്രയോ പരിശുദ്ധനാണ് എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. തുടർന്ന് ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ ലഹുൽ അസ്മാഉൽ ഹുസ്നാ യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. ഹുവല്ലാഹ്, അവൻ അല്ലാഹുവാണ്. മറ്റൊരു വിശേഷണം അൽ ഖാലിഖ്, അവൻ സൃഷ്ടാവാണ്. എല്ലാത്തിനെയും, ലോകത്തുള്ള മനുഷ്യരെ മാത്രമല്ല എല്ലാത്തിന്റെയും ഖാലിഖ് ആരാകുന്നു? അല്ലാഹുവാകുന്നു. ഖാലിഖാണവൻ, സൃഷ്ടാവാണവൻ. അൽ ബാലിഅ്, രൂപപ്പെടുത്തുന്നവനും അവനാണ്, അല്ലെങ്കിൽ നിർമ്മിച്ചുണ്ടാക്കുന്നത്. എല്ലാവരെയും എല്ലാത്തിനെയും നിർമ്മിച്ചുണ്ടാക്കിയത് അള്ളാഹുവാണ്. അൽ മുസവ്വിർ, രൂപം നൽകിയവനും ആകൃതിപ്പെടുത്തുന്നവനും അള്ളാഹുവാണ്. അവൻ ഓരോ വസ്തുക്കളെയും, എല്ലാവരും ഒരേ രീതിയല്ല, എന്നെ പോലെയല്ല മറ്റുള്ള ആളുകൾ. ഒരേ ബാപ്പാക്ക് തന്നെ 5 മക്കളുണ്ടെങ്കിൽ ആ 5 മക്കളും വിവിധ രൂപങ്ങളിലാണ്, അല്ലെ? മനുഷ്യരെല്ലാം വ്യത്യസ്ത രൂപങ്ങളിലാണ്. മനുഷ്യരുടെ എല്ലാ ഈ രൂപങ്ങളെയും ഭാവങ്ങളെയും എല്ലാം രൂപപ്പെടുത്തിയിട്ടുള്ളത്, സൃഷ്ടിച്ചിട്ടുള്ളത്, അതിനെ സംവിധാനിച്ചിട്ടുള്ളത്, നിർമ്മിച്ചിട്ടുള്ളത് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അവൻ ഖാലിഖ്, സൃഷ്ടാവാണവൻ. നിർമ്മിച്ചുണ്ടാക്കിയത് അല്ലാഹുവാണ്, രൂപം നൽകിയത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ലഹു, അല്ലാഹുവിനുണ്ട് അൽ അസ്മാഉൽ ഹുസ്ന, ഹുസ്ന ഏറ്റവും നല്ല ഉത്കൃഷ്ടമായ നാമങ്ങൾ അല്ലാഹുവിനുണ്ട്. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞല്ലോ അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അള്ളാഹു പറഞ്ഞു ലഹു, അള്ളാഹുവിനുണ്ട് അൽ അസ്മാഉൽ ഹുസ്ന ഏറ്റവും നല്ല നാമങ്ങൾ. യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർള്, യുസബ്ബിഹു ലഹു, അള്ളാഹുവിന് കീർത്തനം ചെയ്യുന്നു, സ്തോത്ര കീർത്തനം ചെയ്യുന്നുണ്ട്. മാ ഫിസ് സമാവാതി വൽ അർള്, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു. സൂറത്തുൽ ഹശറിന്റെ തുടക്കത്തിൽ ഇതുമായി ബന്ധപ്പെട്ടത് നമ്മൾ പറഞ്ഞു. ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു. വഹുവ, അവൻ അൽ അസീസ്, പ്രതാപശാലിയാണ് അവൻ. അൽ ഹകീം, അഗാധജ്ഞാനുമാണ്. ആകാശങ്ങളിലും ഭൂമിയിലുള്ളതും മുഴുവനും അള്ളാഹുവിന് സ്തോത്ര കീർത്തനം ചെയ്യുന്നു. അള്ളാഹു പ്രതാപശാലിയും അഗാധമായ വിജ്ഞാനമുള്ളവനുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് അവസാനിപ്പിക്കുകയാണ്. സൂറത്തിന്റെ തുടക്കത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താകുന്നു? സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് വഹുവൽ അസീസുൽ ഹകീം. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്നുണ്ട്. അവൻ അഗാധജ്ഞാനായ പ്രതാപശാലിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്തുൽ ഹശർ അല്ലാഹു തആല ആരംഭിച്ചത്. അതേ പ്രകാരം അല്ലാഹു തആല ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നതും യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർള് വഹുവൽ അസീസുൽ ഹകീം. അള്ളാഹുവിന് ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം തസ്ബീഹ് ചെയ്യുന്നുണ്ട്. അള്ളാഹു പ്രതാപശാലിയും അഗാധജ്ഞാനുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുൽ ഹശർ അള്ളാഹു അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. തുടക്കത്തിലും ഒടുക്കത്തിലും ആ പരാമർശം നമുക്ക് കാണാവുന്നതാണ്. ഏതായിരുന്നാലും 59-ാം അധ്യായമായ സൂറത്തുൽ ഹശർ വിശദമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് കഴിഞ്ഞു. ഒരുപാട് സന്ദേശങ്ങൾ ഈ ആയത്തുകളിൽ നിന്ന്, സൂറത്തുകളിൽ നിന്ന് നമുക്ക് ലഭ്യമായി. ഒരുപാട് താക്കീതുകൾ നൽകി. വിവിധങ്ങളായ സമൂഹത്തെക്കുറിച്ച് അല്ലാഹു തആല പഠിപ്പിച്ചു തന്നു. ബനു നളീർ, ജൂതന്മാരെ കുറിച്ച്, അവരുടെ സ്വഭാവം, മുനാഫിഖുകളുടെ സ്വഭാവങ്ങൾ, അങ്ങനെ പല പല കാര്യങ്ങൾ ഈ വിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കുവാൻ, ഈ സൂറത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ധാരാളമായി വിശുദ്ധ ഖുർആനിനെ അടുത്തറിയുവാൻ, പഠിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ വീണ്ടും വീണ്ടും പഠിക്കാൻ, കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാൻ അള്ളാഹു നമുക്ക് വിജ്ഞാനം വർദ്ധിപ്പിച്ചു നൽകുമാറാവട്ടെ. സനാബിൽ ഖുർആൻ പഠന പദ്ധതിക്ക് വേണ്ടി സഹായിക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഇതിന്റെ വിജയത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരുണ്ട്. എല്ലാവർക്കും വേണ്ടിയും എല്ലാവരും ദുആ ചെയ്യുക. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്, അവരുടെ ശമനത്തിന് വേണ്ടി ദുആ ചെയ്യുക. ഇതിനു വേണ്ടി സാമ്പത്തികമായി സമ്പത്ത് ചിലവഴിക്കുന്നവരുണ്ട്, ശരീരം കൊണ്ട് ഖുർആൻ പഠന പദ്ധതിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രയാസപ്പെടുന്നവരുണ്ട്. അതിന്റെ വിജയത്തിന് വേണ്ടി ഏത് സമയത്തും ചർച്ചകൾ ചെയ്യുന്നവരുണ്ട്, കൂടിയാലോചനകൾ നടത്തുന്ന ആളുകളുണ്ട്. എല്ലാവരെയും അല്ലാഹുവേ നിനക്കറിയാം. സമ്പത്ത് കൊണ്ട് ചിലവഴിക്കുന്നവർ, ശരീരം കൊണ്ട് ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നവർ, എല്ലാവരെയും നിനക്കറിയാം അല്ലാഹുവേ. എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നീ ശമനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം ആളുകളുണ്ട്, അവരുടെ ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് മുസ്ലിമായി മരിച്ച് മുസ്ലിമീങ്ങളോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒത്തുചേരുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ
الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أنت تعلم ذنوبنا فاغفرها، اللهم أنت تعلم أمراضنا واشفها، اللهم أنت تعلم ديوننا فأدها يا ذا الجلال والإكرام. أقول قولي هذا أستغفر الله العظيم لي ولكم وأستغفره أني وعنكم وعن جميع المسلمين والمؤمنين أجمعين واستغفروا إنه هو الغفور الرحيم. السلام عليكم ورحمة الله وبركاته.